കരകരകർത്ത് വീട്ടിൽ കയറിയ കള്ളൻ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു. ഇന്നലെ പുലർച്ചെ 2:45 കോഴിക്കോട് ഫറോക്ക് കരുവാരം തിരുത്തി ഷബ്ന മൻസിൽ സുബൈദയുടെ 2 പവന്റെ മാലയാണ് മോഷ്ടിച്ചത്. മാല ശക്തമായി വലിച്ചതിൽ വീട്ടമ്മയ്ക്ക് കഴുത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഫറോക്ക് പോലീസിൽ പരാതി നൽകി. ഇവരുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ളൊരു മോഷണം ഉണ്ടായിരിക്കുന്നത്. പോലീസിന് ഈ കള്ളനെക്കുറിച്ച്, മോഷ്ടാവിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? KP, ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഫറൂഖ് പോലീസ് നടത്തുകയാണ്. മറ്റൊന്ന്, കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ തുടർച്ചയായി മോഷണ പരമ്പരകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ATM കവർച്ചയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെക്കോ ഔട്ട്ലെറ്റിൽ കവർച്ച ശ്രമമുണ്ടായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഫറൂഖിലെ ഒരു വീട്ടിൽ മോഷ്ടാവ് ഉള്ളിൽ കടന്നത്, മോഷണം നടത്തിയിരിക്കുന്നത്. ഈ ഫറൂഖ് കരുവാൻ തുരുത്തി ഷബ്ന മൻസിൽ സുബൈദയുടെ 2 പവന്റെ മാലയാണ് ഇന്ന് പുലർച്ചയോടെ മോഷണം പോയത്. ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇന്നലെ രാത്രി ഈ ഫറൂഖിലെ സുബൈദയുടെ വീട്ടിലെത്തിയ മോഷ്ടാവ് വീടിന്റെ പിൻവശത്തുള്ള കതക് മറ്റൊരു കോടാലി ഉപയോഗിച്ച് ഈ കതക് തകർക്കുന്നു. അതിനുശേഷം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഉള്ളിൽ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ വീട്ടമ്മയായ സുബൈദയുടെ കഴുത്തിൽ കിടന്ന ഈ മാല മോഷ്ടാവ് അതിശക്തമായി വലിച്ചു മോഷ്ടിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ വന്ന അതേ പിൻവാതിൽ കൂടി ഈ മോഷ്ടാവ് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവരുടെ വീട്ടിൽ നിന്നുള്ളവരുടെ കരച്ചിൽ കേട്ട് പ്രദേശവാസികളൊക്കെ തന്നെ ആ ഭാഗത്തേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും ഈ മോഷ്ടാവ് ആ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് പോയിരുന്നു. ഈ മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ പ്രദേശത്തുള്ള CCTV-യിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മോഷ്ടാവ് വലയിലാകുമെന്നാണ് ഫറൂഖ് പോലീസ് പറയുന്നത്. ഈ മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മയുടെ കഴുത്തിന് ചെറിയ രീതിയിൽ പരിക്ക് ഏറ്റിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മോഷണ ശ്രമങ്ങൾ അല്ലെങ്കിൽ മോഷണം തുടർച്ചയായി തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KP, ശരി. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.